إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിൽ പാലിച്ച് സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന നിലക്ക് തന്നെ ദീനിൽ മരണം വരെ സദാസമയവും പരിശ്രമിക്കേണ്ടുന്ന, അധ്വാനിക്കേണ്ടുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. വിശ്വാസം പ്രഖ്യാപിച്ചിട്ടും വിശ്വാസികളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ച മനുഷ്യര് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അല്ലാഹു പ്രതിപാദിക്കുന്നുണ്ട്. വിശ്വാസം പ്രഖ്യാപിച്ചിട്ടും നിങ്ങൾ വിശ്വാസികളല്ല എന്ന അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോകരുത്. സൂറത്ത് ബഖറയിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് 8-ാം വചനത്തിൽ,
വമിനൻ നാസി മൻ യഖൂലു ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവര് ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, പരലോകത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. ആ പ്രഖ്യാപനത്തെ സംബന്ധിച്ച് അത്തരം ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ പറയുന്നുണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾ പരലോകത്ത് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ വിശ്വാസം അല്ലാഹു അംഗീകരിച്ചിട്ടില്ല, ആ പ്രഖ്യാപനം അല്ലാഹു അംഗീകരിച്ചിട്ടില്ല. മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ മുനാഫിഖൂനിൽ 1-ാമത്തെ വചനത്തിൽ മുനാഫിഖീങ്ങളുടെ പ്രഖ്യാപനത്തെ കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഖാലൂ നഷ്ഹദ് ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. നബിയുടെ മുമ്പാകെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വന്നുകൊണ്ട് പറയാ, താങ്കൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാകുന്നു എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹ് പറഞ്ഞതെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം നബിയെ താങ്കൾ അല്ലാഹുവിന്റെ ദൂതൻ തന്നെയാകുന്നു എന്ന് അല്ലാഹ്ക്കറിയാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുനാഫിഖീങ്ങളുടെ പ്രഖ്യാപനത്തെ സാക്ഷ്യം വഹിക്കുന്നു. എന്ത്? അവർ പറഞ്ഞ ആ പ്രഖ്യാപനം കളവാണെന്ന്. മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ ഹുജറാത്തിലെ 49-ാമത്തെ അധ്യായം അതിലെ 14-ാമത്തെ വചനത്തിൽ അറബികളായിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു, വിശ്വാസികളായി. അല്ലാഹ് പറഞ്ഞു, ഖുൽ, നബിയെ പറഞ്ഞേക്കുക, ലം തുഅ്മിനൂ, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, വിശ്വാസികളായിട്ടില്ല. അത് പറയാനുള്ള കാരണം അല്ലാഹ് ഓർമ്മപ്പെടുത്തി, വലമ്മ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നുകൊണ്ട് ഈമാൻ പ്രഖ്യാപിച്ച ഈ ആളുകളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് എന്ത്? വിശ്വാസികളായിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തൃപ്തിപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന ഈമാൻ ഏതാണ്, അത് എങ്ങനെ ലഭിക്കും എന്നത് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ഈമാനിനെ സംബന്ധിച്ചിടത്തോളം നിർവചിച്ചപ്പോ, തഅരീഫ് പറഞ്ഞപ്പോ അതിനെ ഡെഫിനിഷൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇഅ്തിഖാദുൻ ബിൽ ഖൽബ് വഖൗലുൻ ബിൽ ലിസാൻ വഅമലുൻ ബിൽ ജവാരിഹ്. ഹൃദയം കൊണ്ട്, ഹൃദയാന്തരങ്ങളിൽ രൂഢമൂലമായ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസത്തെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ച് തന്റെ കർമ്മപദങ്ങളിൽ അവയവങ്ങൾ കൊണ്ട്, ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് അമലിൽ കൊണ്ടുവരിക. ഇതാണ് യഥാർത്ഥ വിശ്വാസം എന്നുള്ളതാണ്. ഇത് ഉണ്ടാകുമ്പോഴാണ് സഹോദരന്മാരെ യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും മുഅ്മിനായി തീരുന്നത്. ഹൃദയത്തിൽ അചഞ്ചലമായ വിശ്വാസം ഉറപ്പിച്ച് ആ നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും അത് ആത്മാർത്ഥമാണ്, യഖീനാണ്, ഇഖ്ലാസുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് നമ്മുടെ അമലിലൂടെയാണ്. അതാണ് യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയുടെ സിഫത്ത് എന്ന് പറയുന്നത്. ഇത്തരം ഗുണങ്ങളുള്ള വിശ്വാസികളെ സംബന്ധിച്ചും അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. സൂറത്തുൽ ഹുജറാത്തിൽ 15-ാമത്തെ വചനത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും പിന്നെ ആ വിശ്വാസത്തിൽ
ഷക്ക് വരാതിരിക്കുകയും ചെയ്യാം. പിന്നെ ഡൗട്ടില്ല. ആ വിശ്വാസത്തിൽ ഡൗട്ടില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണോ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. മാത്രമല്ല സൂറത്തുൻ നൂറിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക്, അവന്റെ റസൂലിന്റെ കൽപ്പനയിലേക്ക് നിങ്ങൾക്കിടയിൽ വിധി തീർപ്പാക്കുന്നതിന് വേണ്ടി അവന്റെ കൽപ്പനയിലേക്ക് വരൂ, അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയിലേക്ക് വരൂ എന്ന് അവരോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, അതിലേക്ക് അവർ ക്ഷണിച്ചു കഴിഞ്ഞാൽ, മുഅ്മിനായ യഥാർത്ഥ വിശ്വാസിയുടെ വാക്കെന്താണെന്ന് അള്ളാഹു പറഞ്ഞത്? അവര് പറയും ആ സമയത്ത്, സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അത്തരം ആളുകൾക്കാണ് വിജയമുള്ളത്. ആ ഈമാൻ എന്ന് പറയുന്ന ആ വിശ്വാസം, അതിൽ സത്യസന്ധത പുലർത്തുന്ന അപ്പോഴാ. ഞങ്ങൾ കേട്ടു, അനുസരിച്ചു എന്ന് പറയുമ്പോ അത്തരം വിശ്വാസത്തിൽ സത്യസന്ധത പാലിക്കുന്ന ആളുകളാണ് വിജയം പ്രാപിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത്. ഈ ഗുണങ്ങളാണ് സഹോദരന്മാരെ നാം നേടിയെടുക്കേണ്ടത്. അത് ജീവിതത്തിൽ സത്യസന്ധത, ഈമാനിന്റെ ഒരു തേട്ടമാണത്. ജീവിതത്തിൽ സിദ്ഖ് ഉണ്ടാകുക എന്നുള്ളത് വിശ്വാസം സ്വീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ തേട്ടമായിട്ടാണത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കപട വിശ്വാസികളെ സംബന്ധിച്ചും മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചും ഒക്കെ ധാരാളം കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ആ സൂറത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധത്തിൽ നിന്നും ഒരു ന്യായവും കൂടാതെ പിന്തി നിന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറിയുന്ന ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പരാമർശിക്കുന്നുണ്ട്. ആ മാറിയുന്ന ആളുകൾ മൂന്ന് തരം ആൾക്കാരാണെന്നാ. ഒരു വിഭാഗം കപടവിശ്വാസികളാണ് മാറിയുന്നത്. മറ്റൊരു വിഭാഗം അവരെ മാറിയുന്നത് അവരുടെ അടുക്കൽ പാലിച്ച അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നവർ സമ്മതിക്കുകയും, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നു നബിന്റെ സന്നിധിയിൽ വന്ന് ആ ഖേദം പ്രകടിപ്പിച്ച് നബിയോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ പശ്ചാത്താപം കിട്ടിയിട്ടുള്ള ആളുകളുമാണ്. മറ്റൊരു വിഭാഗം ഒരു കാരണവുമില്ലാതെ അവർ പിന്തി നിൽക്കുകയും പോകാതിരിക്കുകയും, എന്നാൽ ആ പോകാത്ത വിഷയത്തിൽ അവർക്ക് അതിയായ ഖേദമുണ്ട്. നബീന്റെ അടുക്കൽ അതുമായി ബന്ധപ്പെട്ട് അവർ പോയില്ല, അത്രത്തോളം പോവാൻ മടിയ. അങ്ങനെ നബി സന്നിധിയിൽ പോകാതെ മാറി നിന്നു. നബിയോട് കാര്യം ബോധിപ്പിക്കാൻ കുറെ ആൾക്കാർ പോയി, പക്ഷെ പോകാതെ മാറിയുന്ന പല ആൾക്കാരുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് തെറ്റായി പോയി എന്ന്, ഖേദമുണ്ട്. ആ ആളുകളെ, മൂന്ന് ആൾക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പന എന്താണ് ഇവരുടെ വിഷയത്തിൽ വരുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. അവരെ മാറ്റി നിർത്തി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരോട് മിണ്ടാൻ പാടില്ല, അവരോട് സലാം പറയാൻ പാടില്ല, അവരുടെ ഭാര്യമാരോട് പോലും അവരിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ നിലക്കും ആരും മിണ്ടുന്നില്ല, സലാം പറയുന്നില്ല, സഹകരിക്കുന്നില്ല. സ്വന്തം ഭാര്യ പോലും. അത്തരമൊരു ബഹിഷ്കരണം എത്രത്തോളം വിശുദ്ധ ഖുർആൻ അതിന്റെ ആ ഗാഢത നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ മനസ്സ് ഞെരുങ്ങിപ്പോയി. ഈ ഭൂമിയാകെ അവർക്ക് കുടുസായി തോന്നി. അത്രത്തോളം മാനസികമായി അവര് അങ്ങേറ്റം ബുദ്ധിമുട്ട് അവരനുഭവിച്ചു. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ
അള്ളാഹുവിന്റെ റസൂലിന്റെ ആദർശത്തിൽ നിന്നും ഇസ്ലാമിൽ നിന്നും അവരെ റാഞ്ചി കൊണ്ടുപോകുന്നതിന് വേണ്ടി പല ആളുകളും ശ്രമിച്ചു. ആ അവസരം മുതലെടുത്ത് ആ മൂന്നാളുകളും അങ്ങേറ്റം കുടിസത അനുഭവിച്ചപ്പം അവിടെ ഉണ്ടായിരുന്ന മദീനയിലെ ജൂതന്മാരും കപടന്മാരും അവരെ സമീപിച്ചുകൊണ്ട്, ഇതാ ഞങ്ങളിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട്, ഇങ്ങോട്ട് വരൂ, ഞങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞ് സ്ഥാനമാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് അവരെ കൂടെ ചേർക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ അവർ പോയില്ല, വലിച്ചെറിഞ്ഞില്ല. എന്തിന് ഞങ്ങള് ഇങ്ങനെ പ്രയാസപ്പെടണം? ഇത്രത്തോളം കുടുസായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എന്തിന് ഞങ്ങൾ ഈ മതത്തിൽ നിൽക്കണം എന്നവർ ചിന്തിച്ചില്ല. അവർ ചിന്തിച്ചത് ഇത് മാത്രമാണ്, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന്റെ കൽപ്പന പ്രകാരമല്ലാതെ ഈ ഒരു തീരുമാനത്തിൽ എത്തുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ തീരുമാനത്തിന്റെ പര്യാവസാനം ഖൈറായിരിക്കും. ക്ഷമിക്കുക തന്നെ. അവർ ക്ഷമിച്ചു. 4 ഭാഗത്തു നിന്നും അവരുടെ വിശ്വാസത്തെ റാഞ്ചിയെടുക്കുവാൻ ജൂതന്മാരും കപടന്മാരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവരുടെ ഈമാനിനെ പോറലേൽപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, മുറാറത്ത് ഇബ്നു റബീഹ റളിയല്ലാഹു അൻഹു എന്നീ ആളുകളായിരുന്നു അവർ. ഒക്കെ സഹോദരന്മാരെ, ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ സമീപനത്തെ സംബന്ധിച്ച് ആയത്തിറക്കി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി സൂറത്ത് തൗബയിൽ തന്നെ, وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ സത്യസന്ധമായിട്ടുള്ള നിലപാടിൽ അവർ ഉറച്ചു നിന്നപ്പോ അവരുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു. 50 ദിവസത്തോളം ആ കുടിസത അവർ അനുഭവിച്ചു എന്നുള്ളതാണ്. 50 ദിവസം ആലോചിച്ചു നിങ്ങൾ. ആരും മിണ്ടാതെ, ആരും സഹകരിക്കാതെ, സലാം പറഞ്ഞാൽ അവർ മടക്കാതെ, മുഖത്ത് പോലും നോക്കാത്ത ആളുകൾ, ഭാര്യ പോലും പിന്തിച്ചു നിൽക്കുന്നു, ആരും സഹകരിക്കുന്നില്ല. 50 ദിവസം എങ്ങനെ ഉണ്ടാവും അവർക്ക്? ഈ ഭൂമി അവർക്ക് ഏത് രൂപത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവും? അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തു. അവര് വിചാരിച്ചു അള്ളാഹുവിലേക്ക് മടങ്ങലല്ലാതെ വേറെ രക്ഷാമാർഗമില്ല എന്നവർ തിരിച്ചറിഞ്ഞു. ആര് തന്നെ സപ്പോർട്ട് ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കലുള്ള രക്ഷാമാർഗമല്ലാതെ വേറെ മാർഗമില്ല എന്നവർ ഉറച്ചു വിശ്വസിച്ചപ്പോ അള്ളാഹുയുടെ പശ്ചാത്താപം സ്വീകരിച്ചു എന്നാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, മാ അലിംതു അന്ന അഹദൻ മിനൽ മുസ്ലിമീന അബ്ലാഉ അല്ലാഹു ഫീ സിദ്ഖിൽ ഹദീസ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച് എന്നതിന്റെ പേരിൽ ഇത്രത്തോളം പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട വേറൊരാളെ എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയാണ്. അദ്ദേഹം പറയാ, വല്ലാഹി മാ തഅമ്മദ്തു കദിബതൻ ഇലാ യൗമി ഹാദാ. ഞാൻ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല, കളവിനെ ഞാൻ അവലംബിച്ചിട്ടില്ല. വ ഇന്നി ലഅർജു അൻ യഹ്ഫദനി അല്ലാഹു ഫീമാ ബഖിയ. ഞാൻ ആഗ്രഹിക്കുന്നു ഇതിനു ശേഷവും എനിക്ക് അല്ലാഹു തൗബ എന്റെ പശ്ചാത്താപം സ്വീകരിച്ചത് ഞാൻ എന്റെ ഈമാനിൽ സത്യസന്ധത പുലർത്തിയത് കൊണ്ടാണ്, ആ നിലപാടെടുത്തത് കൊണ്ടാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു കളവ് പറഞ്ഞിട്ടില്ല. ഇനിയും എന്റെ ബാക്കിയുള്ള ജീവിതത്തിൽ ഇതേ രൂപത്തിൽ അല്ലാഹു എന്നെ കാത്തു സംരക്ഷിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിച്ച സന്തോഷത്താൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. സന്തോഷഭരിതനായിക്കൊണ്ട് നബിയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നല്ലാഹ ഇന്നമാ അൻജാനി ബിസ്സദഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഈ കുടുസതയിൽ നിന്നും രക്ഷിച്ചത് എന്റെ സത്യസന്ധമായിട്ടുള്ള നിലപാടാകുന്ന നബിയേ. അതുകൊണ്ട് ഞാനിതാ എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ അങ്ങേക്ക് തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഏൽപ്പിക്കുക സമ്പത്ത്. റസൂൽ പറഞ്ഞു, അത് നീ തന്നെ വെക്ക് നിന്റെ കയ്യിൽ. അദ്ദേഹം പറഞ്ഞു, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നബിയേ, ഖൈബറിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള മുന്തിയ തോട്ടം എന്റെ കൈവശമുണ്ട്. എനിക്ക് ആവശ്യം, അതിന് മാത്രം ആവശ്യം. എന്തുണ്ടെങ്കിലും അതുകൊണ്ട് എനിക്ക് നിറവേറാൻ പറ്റും, ആ ഒരു സമ്പത്ത് കൊണ്ട്. ബാക്കി എല്ലാ സമ്പത്തും ഒരു സ്വതക്കയായി അങ്ങ് ഏൽപ്പിക്കുകയാണ് എന്ന് അദ്ദേഹം സന്തോഷത്താൽ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് തന്റെ സമ്പത്ത് ചെലവഴിക്കാൻ തയ്യാറാവുകയാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നിലപാട് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാലഘട്ടത്തിൽ സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും ഒക്കെ ആ സ്വഭാവം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളും ചില ത്യാഗങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സംഭവമുണ്ടല്ലോ, തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട സൂറത്ത് തൗബയിൽ പറഞ്ഞ ആ സംഭവം, ആ ആയത്തുകളുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, അതിലും നമുക്കുള്ള പാഠം വുജൂബുത് തഖ്വ വസ്സുദ്ഖ് ഫിന്നിയാതി വൽഅഖ്വാലി വൽഅഹ്വാൽ. ജീവിതത്തിൽ തഖ്വ എല്ലാ മേഖലയിലും നിർബന്ധമാണ്. നമ്മുടെ നിയ്യത്തുകളിൽ സത്യസന്ധത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ജീവിതത്തിലെ മറ്റു മേഖലകളിൽ, അവസ്ഥകളിൽ സത്യസന്ധത പാലിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിഭാജ്യമായിട്ടുള്ള കാര്യമാകുന്നു എന്ന് മുഫസ്സിരീങ്ങള് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ സംഭവത്തോടനുബന്ധിച്ച് വിശ്വാസികളെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വകുനു മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആകണേ ജീവിതത്തിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിശേഷണത്തെ, സിഫത്തിനെ നമ്മൾ ചേർത്ത് വെക്കുക. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അദ്ദേഹം പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽമനൂ ലീ സിത്തം മിൻ അൻഫുസികും അദ്മനു ലക്കും ജന്നഹ്. നിങ്ങളുടെ വിഷയത്തിൽ 6 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരികയാണെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെയാണ് നിങ്ങൾ ഉറപ്പ് തരേണ്ട 6 വിഷയങ്ങൾ? ഉസ്ദുഖൂ ഇദാ ഹദ്ദത്തും, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, ഏത് വിഷയമാകട്ടെ, സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ സംസാരത്തിൽ സത്യസന്ധതകൾ പുലർത്തണം. വഔഫൂ ഇദാ വഅദ്തും, നിങ്ങൾ കരാർ ചെയ്ത, വാഗ്ദാനം ചെയ്ത വിഷയത്തിൽ നിങ്ങൾ ആ കരാറുകൾ നിങ്ങൾ പൂർത്തിയാക്കണം. വഅദ്ദൂ ഇദാ തുമിൻതും, നിങ്ങൾ വല്ല വിഷയത്തിലും അമാനത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ഏത് വിഷയത്തിലാവട്ടെ, ഒരു സ്ഥാപനത്തിന്റെ അവിടെ ജോലി ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തമാകട്ടെ, അവിടെ ടീച്ചിങ് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തമാകട്ടെ, ഏത് വിഷയത്തിലായിരുന്നാലും നിങ്ങൾ ഏത് മേഖലയിൽ അമാനത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ അമാനത്ത് നിങ്ങൾ കളങ്കം വരുത്തരുത്, നിങ്ങളത് നിർവഹിക്കണം. എങ്കിൽ സ്വർഗം നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹ്ഫദൂ ഫുറൂജക്കും വഗ്ളൂ അബ്സാറക്കും, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ വേണ്ടാത്തരങ്ങളിലേക്ക്, വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കരുത്. നിങ്ങളുടെ ഗുഹ്യാവയവത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തണം.
നന്മയിൽ നല്ലതിലേക്ക് നിങ്ങളെ ദൃഷ്ടികൾ പായിപ്പിക്കുക, വേണ്ടാത്തരങ്ങളിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികൾ പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖുഫു ഐദിയക്കും, നിങ്ങളുടെ കരങ്ങൾ, കൈകൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല നിങ്ങൾ തടുത്തു നിർത്തണം. ഈ 6 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗം നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാമെന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബികളോടൊപ്പം നമസ്കാര സ്ഥലത്തേക്ക് പോകുമ്പോ കച്ചവടക്കാർ അവിടെ വ്യാപാരത്തിൽ വ്യാപൃതമായി നിൽക്കുന്ന ഒരു സാഹചര്യം റസൂലുള്ളാഹി കണ്ടപ്പോ ആ അങ്ങാടിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടക്കാരെ വിളിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, യാ മഅശറ തുജാർ, അല്ലയോ കച്ചവട സമൂഹമേ, വ്യാപാരി സമൂഹമേ. ഫസ്തജാബു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറഫഉ അഅനാഖഹും വഅബ്സാറഹും ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളി കേട്ടപ്പോ അവരെല്ലാവരും നബിയുടെ നേരെ കഴുത്തുകൾ ഉയർത്തി നോക്കി ശ്രദ്ധിച്ചു. അതിന് ഉത്തരം കൊടുത്തു. നബി എന്താ പറയുന്നത് അവർ സാബൂതും ശ്രദ്ധിക്കുക. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഫഖാൽ ഇന്ന തുജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജാറൻ, അല്ലയോ കച്ചവട സമൂഹമേ, നാളെ പരലോകത്ത് കച്ചവടക്കാരെ പുനർത്തെഴുന്നേൽപ്പിക്കുന്നത് കൊണ്ടുവരുന്നത് ഫുജാരികളായി കൊണ്ടായിരിക്കുമെന്ന്, ജനങ്ങളിൽ ഏറ്റവും ദുഷിച്ച അടിമകളായി കൊണ്ടായിരിക്കും നാളെ പരലോകത്ത് കച്ചവടക്കാരെ കൊണ്ടുവരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ മനിത്തഖല്ലാഹ് വബറ വസദഖ, ആ കച്ചവടക്കാരിൽ കുറച്ച് ആൾക്കാർ ഒഴിവാണ്. ഈ വിശേഷണമുള്ള അവസാനം പറഞ്ഞ ഈ വിശേഷണമുള്ള ആളുകളിൽ നിന്ന് ഒഴിവാണ്. റസൂലുള്ളാഹി പറഞ്ഞു, കച്ചവടക്കാര് അവിടെ കച്ചവടത്തിൽ തഖ്വ പാലിക്കുന്നുണ്ടെങ്കിൽ, സൂക്ഷ്മത പാലിക്കുന്നുണ്ടെങ്കിൽ, അവിടെ ഹറാമും ഹലാലും കൃത്യമായി വേർതിരിച്ച് ഹലാലായ മാർഗത്തിൽ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്നും ഒഴിവാണ്. വബറ, ജനങ്ങൾക്ക് ആ വിഷയത്തിൽ ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ, നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, വസദഖ, അവർ ചെയ്യുന്ന കച്ചവടത്തിൽ ചെറുതാവട്ടെ വലുതാവട്ടെ ഏതുമാകട്ടെ ഇസ്ലാം അനുവദിച്ച കച്ചവടത്തിൽ ആ കച്ചവടത്തിൽ അവർ സത്യസന്ധത പാലിക്കുന്നുവെങ്കിൽ നാളെ പരലോകത്ത് ഈ ഒരു രൂപത്തിലല്ല അവരെ കൊണ്ടുവരിക, മറിച്ച് പുണ്യവാന്മാരായി കൊണ്ടായിരിക്കും കടന്നു വരിക. ഈ വിശേഷണമില്ലാതെ തോന്നിയതുപോലെ കച്ചവടം ചെയ്യുന്ന, തോന്നിയതുപോലെ ലാഭം കഴിയുന്ന, കസ്റ്റമേഴ്സിനെ പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്ന കച്ചവടക്കാരാണെങ്കിൽ നാളെ പരലോകത്ത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുഷിച്ച വർഗമായിക്കൊണ്ട് അള്ളാഹു അവരെ കൊണ്ടുവരുമെന്ന് കച്ചവട സമൂഹത്തെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഏറ്റെടുത്തിട്ടുള്ള വിശ്വാസത്തെ ഏത് ഘട്ടത്തിലും സത്യസന്ധമായി പാലിച്ചുകൊണ്ട് ത്യാഗം ചെയ്തുകൊണ്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله اللهم صل على محمد وعلى آل محمد اتقوا الله عباد الله. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് സൃഷ്ടിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഒരു പ്രത്യേകമായിട്ടുള്ള അറിയിപ്പ് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദീനി പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംരംഭം CRE എന്ന് പറയുന്ന മദ്രസാ തലം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിർത്തിയിട്ടുള്ള കുട്ടികളെ ലാക്കാക്കിക്കൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്ന ദീനി പഠന സംരംഭമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊക്കെ മദ്രസകളിൽ ദീനി പഠിച്ചു വന്ന ആളുകളാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 5, 6, 7 ഏറിയൊന്നൊരു 8ാം ക്ലാസ് വരെയൊക്കെ മദ്രസാ പഠനം നടത്തി ഏറി വന്ന മിക്ക കുട്ടികൾക്കും 5ാം ക്ലാസ് വരെ ഉള്ളൂ മതപഠനം.
ഹൈസ്കൂൾ അല്ലെങ്കിൽ യു പി തലം എത്തുമ്പോഴേക്കും കുട്ടികൾ പിന്നെ സ്കൂൾ മാത്രമാക്കി അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മതപഠനം അവിടെ താഴോട്ട് പോകുന്ന ഒരവസ്ഥ പല മേഖലയിൽ പല സ്ഥലങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായി കൊണ്ട് നമ്മൾ കരസ്ഥമാക്കേണ്ടുന്ന ഇൽമിനെ മാറ്റി വെച്ച് ഭൗതികതയുടെ പിന്നാലെ പോവെന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണത്. രണ്ടും നമുക്ക് ആവശ്യമാണ്. ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് ദീനി വിജ്ഞാനം തന്നെയാണ്. കാരണം നമ്മൾ വളർന്നു വന്ന് ഏത് മേഖലയിലും നമ്മൾ ഭൗതികമായിട്ടുള്ള സർട്ടിഫിക്കറ്റുമായി നമ്മൾ കയറി ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സത്യസന്ധത ഉണ്ടല്ലോ, അത് പാലിക്കാൻ, ആത്മാർത്ഥമായി പാലിക്കാൻ, അത് പാലിക്കണം എന്തിനാ? എനിക്ക് നാളെ ഒരു ജീവിതമുണ്ട്, കടന്നു വരാനുണ്ട്, യഥാർത്ഥ ജീവിതം കടന്നു വരാനുണ്ട്. അവിടെ രക്ഷപ്പെടാൻ ഈ ഒരു സിഫത്ത്, ഈ ഒരു സവിശേഷത എനിക്ക് ആവശ്യമാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് തിരിച്ചറിവുണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ധാർമ്മിക ബോധം, ധാർമ്മിക മൂല്യം ഉദ്ഘോഷിക്കുന്ന ദീനി വിജ്ഞാനം എന്ന് പറയുന്നത്. അത് ഡോക്ടറായിരുന്നാലും നഴ്സായിരുന്നാലും ഫാർമസിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നാലും ഏത് മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴും ആ ഒരു മൂല്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, അവിടെ സത്യസന്ധത പാലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഴത്തിലുള്ള കഴിയുന്ന രൂപത്തിൽ നമ്മൾ ദീനിനെ പഠിച്ച് മുന്നോട്ട് പോകണം. ഇവിടെ സിയാരി എന്നുള്ള സംവിധാനം ഇൻഷാ അല്ലാഹ് നമ്മുടെ ചുറ്റുപാടിൽ നാട്ടക്കല്ല് കുവാ പള്ളിയിൽ വെച്ച് നാളെ ശനിയാഴ്ച മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം അതിൻ്റെ ഇനാഗുറേഷൻ കർമ്മം നിർവഹിക്കുകയാണ്. നമ്മുടെ മക്കൾ, രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും നമ്മുടെ മക്കള് മതപഠനം ബാക്കിയാക്കി നിർത്തിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ, ഇനിയിപ്പോ മദ്രസ തലം പൂർത്തിയാക്കി സ്കൂൾ മാത്രം പോകുന്ന കുട്ടികളുണ്ടാവും. ഇത് എല്ലാ ദിവസവും ഇല്ല. ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച മാത്രം കുറച്ച് സമയം, ഒരു മണിക്കൂർ ചെലവഴിക്കാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദീന് പഠിക്കാൻ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി കൊണ്ടുള്ള ക്ലാസ്സുകളാണ് സംഘടിപ്പിക്കുന്നത്. ആൺകുട്ടികൾക്ക് കുബാ പള്ളിയിൽ വെച്ചിട്ടും പെൺകുട്ടികൾക്ക് അൽഹിക്മ മദ്രസ ദേർലഘട്ടയിൽ വെച്ചുമാണ് പ്രത്യേകം ക്ലാസ്സുകൾ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ കുബാ പള്ളിയിൽ വെച്ച് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഹാഫിൾ കെ ടി സിറാജ് ഉസ്താദിന്റെ സ്പീച്ചോടുകൂടി അതിൻ്റെ ഇനാഗുറേഷൻ കർമ്മം നടക്കുകയാണ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാ ആളുകളും, കഴിയുന്ന ആളുകളൊക്കെ നാളെ സമയത്ത് അങ്ങോട്ട് എത്തുക. ദീനിൻ്റെ മാർഗത്തിൽ നമ്മൾ മരണം വരെ കഴിയുന്ന രൂപത്തിൽ സമയം ചെലവഴിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയി ബന്ധുമിത്രാദികൾ, കുടുംബാദികൾ, മാതാപിതാക്കൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, അല്ലാഹുവേ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ ആളുകൾക്കും, മുഅ്മിനീങ്ങൾക്കും, മുഅ്മിനാത്തുകൾക്കും അവരുടെ ബർസഖി ലോകം നീ സ്വർഗീയ പൂർണ്ണമാക്കി കൊടുക്കുമാറാകണമേ. അല്ലാഹുവേ ഖബറിലെ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അവരെയും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കുമാറാകണമേ. അല്ലാഹുവേ രോഗികളായിട്ടുള്ള ആളുകൾ അടക്ക രോഗങ്ങൾ എത്രയും പെട്ടെന്ന് ശിവപ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുവേ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുവേ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ അവിടെ കടങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകണമേ. അല്ലാഹുവേ ഞങ്ങളിൽ മക്കളില്ലാത്ത ആളുകൾക്ക് സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കൾ നീ പ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുവേ നീ ഞങ്ങൾ നല്ലവരാക്കണമേ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നല്ലവരാക്കണമേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നല്ലവരാക്കണമേ. അല്ലാഹുവേ ജീവിക്കുന്ന കാലമത്രയും നിന്റെ ദീനിൽ ഉറച്ച് ആദർശത്തിലായി, ആ സംസ്കാരത്തിലായി ജീവിച്ച് മരിക്കുന്ന സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന ഭാഗ്യമാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുവേ നരക ശിക്ഷയിലും ഞങ്ങൾ കാത്തുരക്ഷിക്കുമാറാകണമേ. അല്ലാഹുവേ ജീവിതത്തിലെയും മരണത്തിന്റെയും പരീക്ഷണങ്ങളിലും ഫിത്നകളിലും ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ പല നിലക്കും സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അല്ലാഹുവേ മാനസികമായും ശാരീരികമായും എല്ലാ നിലക്കും അത്തരം അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ. അല്ലാഹുവേ സ്വസ്ഥതയും സമാധാനവും നീ പ്രദാനം ചെയ്യുമാറാകണമേ. ഇസ്സത്തിൽ നീ പ്രദാനം ചെയ്യുമാറാകണമേ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ
ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا دعاءنا وصلاتنا وصيامنا وقيامنا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على نبينا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين.